കണ്ണിൽ മുളകരച്ച് തേക്കുന്നു, കഴുത്തറ്റം വെള്ളത്തിൽ നിർത്തുന്നു, കൈകാലുകൾ കെട്ടിയിട്ട് പീഡിപ്പിക്കുന്നു. പിന്നെ പുളിയുറുമ്പിനെയും മറ്റുമൊക്കെ നിറച്ച സഞ്ചി അവരുടെ തലയിൽ കമത്തിയിട്ട് സഞ്ചിയിലേക്കകത്ത് ഈ ഉറുമ്പും കൂടി പൊട്ടിച്ചിട്ടിട്ട് അതങ്ങനെ തന്നെ അവർ തലയിൽ കഴുത്തി ഇവിടെ കഴുത്തിൻ്റെ ഭാഗത്ത് കെട്ടും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഈ ക്രൂരതയൊക്കെ കാണിച്ചിട്ടാണ് കുറേ പേര് മരണപ്പെട്ടത്. അതുകൊണ്ടാണ് അദ്ദേഹം അത് എടുത്തു പറയുന്നത്, പളൻ ഡിസ്ട്രിക്റ്റിൽ മാത്രം ഇത്രയും പേര് മരിച്ചു എന്ന്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിവിശുദ്ധമായ നാമം മാത്രം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. കേരള യുക്തിവാദി സംഘം ജനറൽ സെക്രട്ടറിയായിരുന്ന ശ്രീ രാജഗോപാൽ വാകത്താനം ക്രിസ്ത്യൻ മിഷണറിമാർക്കെതിരെ നടത്തിയ അതിനിന്ദ്യമായ വ്യാജ ആരോപണങ്ങളെ ഖണ്ഡിച്ചുകൊണ്ട് കണ്ണൂർ കുടിയാൻമലയിൽ വെച്ച് ഞാൻ നടത്തിയ പ്രഭാഷണം നിങ്ങൾ കേട്ട് കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. 2 സെഷനുകളായി നടത്തിയ പ്രഭാഷണമായിരുന്നു അത്. എന്നാൽ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് വന്ന ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒറ്റ പ്രസംഗമായിട്ടാണ് സാക്ഷിയുടെ യൂട്യൂബ് ചാനലിൽ അത് അപ്ലോഡ് ചെയ്തത്. അതിനിടയിൽ ഏതാണ്ട് 18 മിനിറ്റോളം വരുന്ന ഒരു ഫയൽ മിസ്സാവുകയും ചെയ്തിരുന്നു. മിഷണറിമാർ അടിമക്കച്ചവടക്കാരോ, നിരീശ്വരവാദി രാജഗോപാൽ വാകത്താനത്തിൻ്റെ ചരിത്ര വഞ്ചന എന്ന വീഡിയോയുടെ 56 മിനിറ്റ് 15 സെക്കൻഡ് കഴിഞ്ഞുള്ള 18 മിനിറ്റാണ് മിസ്സായിപ്പോയത്. ആ 18 മിനിറ്റ് വീഡിയോ ആണ് ഇത്. ഇത്രയും ഭാഗം മിസ്സായി എന്ന് മനസ്സിലായപ്പോൾ ആദ്യം ഞങ്ങൾ വിചാരിച്ചത് റീ എഡിറ്റ് ചെയ്ത് 2 വീഡിയോ ആയിട്ട് ഇറക്കാം എന്നായിരുന്നു. പിന്നെ ആലോചിച്ചപ്പോൾ ആ വീഡിയോ കണ്ട ആളുകളെ സംബന്ധിച്ച് അത് രണ്ടാമതും കാണേണ്ടി വരുന്നത് അവർക്ക് സമയനഷ്ടം ഉണ്ടാക്കുന്നതാണല്ലോ എന്നുള്ളത് കൊണ്ടാണ് ഇത് സെപ്പറേറ്റ് വീഡിയോ ആക്കിയിട്ട് ഇറക്കുന്നത്. ഇത് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് വന്ന അശ്രദ്ധയാണ്. അതിന് ഞങ്ങൾ പ്രേക്ഷകരോട് ക്ഷമ ചോദിക്കുന്നു. എല്ലാവരും ആ വീഡിയോ കാണുമല്ലോ. ക്രിസ്ത്യൻ മിഷണറിമാർക്കെതിരെ രാജഗോപാൽ വാകത്താനത്തിനെ പോലെയുള്ളവർ ആരോപിക്കുന്ന ആ വ്യാജ ആരോപണങ്ങളുടെ അപഹാസ്യത വ്യക്തമായി മനസ്സിലാക്കാൻ ഈ 18 മിനിറ്റ് ക്ലിപ്പ് നിങ്ങളെ സഹായിക്കും. മാത്രമല്ല, ക്രിസ്ത്യൻ മിഷണറിമാർ ഇവിടെ വന്ന് അനുഭവിച്ച ആ ദുരിതങ്ങളും കഷ്ടതകളും അതുപോലെ മനുഷ്യരിൽ നിന്നുള്ള പീഡനങ്ങളും ഇങ്ങനെയുള്ളതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ, ചരിത്രത്തെ ശരിയായ വിധത്തിൽ അപഗ്രഥിക്കാൻ ഈ വീഡിയോ നിങ്ങളെ സഹായിക്കും. അതുകൊണ്ട് എല്ലാവരും കാണണമെന്ന് ഒരിക്കൽ കൂടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഹെൻറി ബേക്കർ മുണ്ടക്കയത്ത് ചെന്ന്, അല്ലെങ്കിൽ ആ കാട്ടിനകത്ത് നിന്ന് അവിടെ മലയേറിയ ആളുകളുമായിട്ട് സംസാരിച്ചതിലാണ് നമ്മൾ നിർത്തിയത്. അപ്പം ഈ മലയേറിയന്മാർ അദ്ദേഹത്തോട് മുണ്ടക്കയത്ത് താമസിക്കാൻ, അതായത് ഇദ്ദേഹം പേരിട്ട ആ നദീതീരത്ത് അവിടെ താമസിക്കാനായിട്ട് മിഷൻ കേന്ദ്രം അവിടെ സ്റ്റാർട്ട് ചെയ്യാനും ഒക്കെ മലയാളിമാർ അദ്ദേഹത്തോട് അപേക്ഷിക്കുകയാണ്. കാരണം കോട്ടയത്ത് നിന്ന് 30 മൈൽ, ഇവർ ഉള്ള മലകളിൽ നിന്ന് 15-20 മൈൽ 2 കൂട്ടർക്കും ഇതായിട്ട് വരും. അങ്ങനെയുള്ളൊരു സ്ഥലമായിട്ടാണ് ആ നദീതീരത്ത് താമസിക്കാൻ പറയുന്നത്. അവിടെ ഒരു മിഷൻ കേന്ദ്രം സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പോൾ ആ മിഷൻ കേന്ദ്രത്തിന് വേണ്ടി അവിടെ ഒരു വീട് പണിയുന്നത് വരേക്കും അദ്ദേഹം പകൽ സമയത്ത് താഴെയുള്ള കുടിലും രാത്രി മരത്തിൻ്റെ മുകളിലുമാണ്. കാരണം ആനയൊക്കെ വരും എന്നുള്ളതുകൊണ്ട് മരത്തിൻ്റെ മുകളിലുള്ള മാടത്തിലുമായിട്ടാണ് കഴിയുന്നത്. ഈ സാമുവൽ നെല്ലിമുകൾ സാർ എഴുതിയൊരു പുസ്തകമുണ്ട്. ഇതാണ് കേരളത്തിലെ സാമൂഹ്യ പരിവർത്തനം എന്ന് പറയുന്നത്. ഇത് CMS മിഷണറിമാരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദമായിട്ട് പ്രതിപാദിക്കുന്ന ഒരു പുസ്തകമാണ്. അപ്പോൾ ആ പുസ്തകത്തിനകത്ത്, കേരളത്തിലെ സാമൂഹ്യ പരിവർത്തനം എന്ന് പറഞ്ഞ പുസ്തകത്തിനകത്ത് ഞാൻ ഈ സംഭവം പറയുന്നത് ഞാൻ ഉദ്ധരിക്കാം. കാട്ടാനകളുള്ള സ്ഥലമായിരുന്നതിനാൽ മിഷണറി ഒറ്റപ്പെടാതിരിക്കാൻ വേണ്ടി കാട് വെട്ടിത്തെളിച്ച് ആദ്യം 8 കുടുംബങ്ങളെ താമസിപ്പിച്ചു. ഒരു നായർ, 2 സുറിയാനികൾ, ചോകർ, അരയർ എന്നിവരുടെ വീടുകളായിരുന്നു അത്. ആനകളെ അകറ്റി നിർത്താൻ ആദ്യം ചുറ്റും കിടങ്ങുകൾ ഉണ്ടാക്കി. താമസ സ്ഥലത്തിന് പുറത്ത് ബ്രാഹ്മണ ജന്മിമാർ അവർക്ക് കൃഷി ചെയ്യാൻ സ്ഥലം നൽകി. പിൽക്കാലത്ത് വലിയ പട്ടണമായി മാറിയ മുണ്ടക്കയത്ത് ജനവാസം ആരംഭിച്ചത് ഇങ്ങനെയാണ്. ഡോക്ടർ സാമുവൽ നെല്ലിമുകൾ, കേരളത്തിലെ സാമൂഹ്യ പരിവർത്തനം, പേജ് 328. അന്നത് വെറും കാടാണ്. ഇദ്ദേഹം അവിടെ മിഷൻ പ്രവർത്തനത്തിന് വേണ്ടി ഇങ്ങനെ ആളുകളെയൊക്കെ കൊണ്ടുവന്ന് താമസിപ്പിക്കുകയും അദ്ദേഹത്തിന് തന്നെ അവിടെ ഒരു ചെറുതല്ല, ഒരു അത്യാവശ്യം വലുതായിട്ടുള്ളൊരു മിഷൻ കേന്ദ്രമൊക്കെ സ്ഥാപിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോഴാണ് അത് പതുക്കെ വികസിക്കാൻ തുടങ്ങുന്നത്. അദ്ദേഹം അവരുടെ ഇടയിൽ സുവിശേഷ പ്രവർത്തനം ആരംഭിക്കുകയും അവരെ പഠിപ്പിക്കാനായിട്ട് സ്കൂളുകൾ സ്ഥാപിക്കുകയും ചെയ്തു. ആദ്യം
190 മലയരയന്മാരാണ്, കുട്ടികളും മുതിർന്നവരുമായിട്ട് 190 മലയരയന്മാർ ആദ്യ വർഷം ഉണ്ടായിരുന്നു. അടുത്ത വർഷം അത് 300ആയി. അത് കഴിഞ്ഞ് പിന്നീട് മേലുകാവ്, എടക്കുന്നം, മുണ്ടപ്പള്ളി, മങ്കൊമ്പ്, അടുക്കം, മുട്ടം ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ മലയരയ മിഷന്റെ ഭാഗമായിട്ട് സ്കൂളുകൾ ആരംഭിച്ചു. അപ്പം അവിടുത്തെ പ്രവർത്തനങ്ങൾ വളരെ കഷ്ടപ്പാട് നിറഞ്ഞതാണ്, വളരെ ദുഷ്കരമാണ്. കാരണം വനമാണ്, വനത്തിനകത്ത് വളരെ ദൂരം നടന്നു ഓരോ മലയിൽ ഓരോരോ ആളുകൾക്ക് ഉണ്ടാവും. അപ്പം ഈ മലകളൊക്കെ കയറി ഇറങ്ങണം, അതിനിടയിൽ കാട്ടുമൃഗങ്ങളുടെ ഉപദ്രവം. അപ്പം അതിനെക്കുറിച്ച് ഈ മൃഗയ എന്ന് പറയുന്ന പുസ്തകത്തിൽ ഡോക്ടർ മിനിൽ പോൾ ഉദ്ധരിച്ചിരിക്കുന്നത് ഞാൻ വായിക്കാം. പലവട്ടം എന്നെയും എൻ്റെ കൂടെയുള്ളവരെയും കാട്ടാനകൾ ഓടിച്ചു. ഞങ്ങൾ മരത്തിൽ കയറി രക്ഷപ്പെട്ടു. ഒരിക്കൽ എൻ്റെ സഹായികളെ കാട്ടാന ഓടിക്കുകയും അവരുടെ കൂടാരങ്ങൾ തൊഴിച്ചു കളയുകയും ചെയ്തു. ഒരിക്കൽ കാട്ടരുവിയിൽ വീണ് അപകടമുണ്ടായി. ഇത് ഹെൻറി ബേക്കറിൻ്റെ ദ ഹില്ലാരിയൻസ് ഓഫ് ട്രാവൻകൂർ ആൻഡ് ദ പ്രോഗ്രസ് ഓഫ് ക്രിസ്ത്യാനിറ്റി എമംഗ് ദം എന്ന് പറയുന്ന പുസ്തകത്തിൽ നിന്നാണ് മിനിൽ പോൾ ഇത് ഉദ്ധരിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ മിനിൽ പോളിൻ്റെ വാചകമാണ്, അതും മിഷണറിമാരുടെ ശൈലി അദ്ദേഹം കടമെടുത്തിരിക്കുന്നതാണ്. പാമ്പിന് കാലും ആനയ്ക്ക് തലയും എന്ന വിധത്തിലാണ് പല മിഷണറിമാരും കാടുകളിൽ പ്രവർത്തിച്ചതെന്ന് പിൽക്കാല സഭാചരിത്രങ്ങൾ വ്യക്തമാക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, പാമ്പിന് കാലും ആനയ്ക്ക് തലയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലില് പാമ്പ് കൊത്താം, തല ആന ചവിട്ടി പൊട്ടിക്കാം. ഇനി പാമ്പും ആനയും മാത്രമല്ല കേട്ടോ, വേറെ ജീവികളുടെയൊക്കെ ഉണ്ട്, പലതരത്തിലുള്ള ആക്രമണമുണ്ട്. അവർ യാത്ര ചെയ്യുന്ന കുതിര പോലും ചില സമയത്ത് അക്രമാസക്തമായിട്ട് ഇവരെ ആക്രമിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഹില്ലാരിയൻസ് ഓഫ് ട്രാവൻകൂർ പേജ് 42 ഹെൻറി ബേക്കർ ജൂനിയർ എഴുതിയിട്ടുള്ളത് ഞാൻ വായിക്കാം. പള്ളിയുടെയും ബംഗ്ലാവിൻ്റെയും നിർമ്മാണവും മറ്റ് ജോലികളും കാരണം ഈ വർഷം തിരക്കേറിയതായിരുന്നു. എങ്കിലും വലിയൊരു പ്രദേശത്തിൻ്റെ ചുമതല ഒഴിഞ്ഞു കിട്ടിയത് എനിക്ക് വലിയ ആശ്വാസമായി. അതിനിടയിൽ 3 മാസത്തോളം മലമ്പനി ബാധിച്ച് ഞാൻ മരണത്തോട് മല്ലിട്ടു. ഈ വലിയൊരു പ്രദേശത്തിൻ്റെ ചുമതല ഒഴിഞ്ഞു കിട്ടിയെന്ന് പറയുന്നത് അവിടെ മിഷൻ പ്രവർത്തനം വ്യാപിച്ചു കഴിഞ്ഞപ്പോൾ, മുണ്ടക്കയത്തായിരുന്നു ആദ്യം, അത് കഴിഞ്ഞ് ഇവിടെ വന്ന് പ്രവർത്തനം വിശാലമായി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിനെ കൊണ്ട് ഒറ്റയ്ക്ക് ഇതൊന്നും പറ്റുന്നില്ല. അപ്പോൾ CMSകാർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അതിനെ വേറെ മിഷൻ ഡിസ്ട്രിക്റ്റ് ആയിട്ട് വിഭജിക്കുകയാണ്. പള്ളം ഡിസ്ട്രിക്ട് എന്നും പറഞ്ഞിട്ട് മിഷൻ ഡിസ്ട്രിക്ട് മാറ്റുകയാണ്. അപ്പോൾ അതാണ് അദ്ദേഹം പറയുന്നത്, ഒരു പ്രദേശത്തിൻ്റെ ചുമതല വേറെ ആൾ ഏറ്റെടുത്തു, ഇത് അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് വന്നു. അങ്ങനെ 3 മാസം അദ്ദേഹം മലമ്പനി ബാധിച്ച് മരണത്തോട് മല്ലിട്ടു. അസുഖം മാറി അധികം വൈകാതെ യാത്രക്കിടെ ക്രൂരനായ ഒരു കുതിര എന്നെ ആക്രമിച്ചു. എൻ്റെ കാലിൽ 2 തവണ കഠിനമായി കടിച്ച കുതിര കാൽ കടിച്ചു കുടഞ്ഞ് എല്ലൊടിക്കാൻ ശ്രമിക്കുകയും വീണ്ടും ആക്രമിക്കാൻ മുതിരുകയും ചെയ്തു. എന്നാൽ എല്ലാ അപകടങ്ങളിൽ നിന്നും ദൈവം എന്നെ കാത്തു സൂക്ഷിച്ചു. ഈ അപകടം നടക്കുമ്പോൾ ഞാൻ ഇരുമാപ്രയിലേക്ക് പോവുകയായിരുന്നു. അവിടെ കുറെ മാമോദീസകളും 12 വിവാഹങ്ങളും നടത്തേണ്ടതുണ്ടായിരുന്നതിനാൽ ഒരു മഞ്ചലിൽ ഞാൻ യാത്ര തുടർന്നു. എനിക്ക് പരിക്കേറ്റ വിവരമറിഞ്ഞ് താഴ്വരയുടെ താഴെ വെച്ച് 4 ചുമട്ട് തൊഴിലാളികൾ എന്നെ കൊണ്ടുവരുന്നത് കണ്ടപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ജനങ്ങൾ ഓടിയെത്തി. കടുത്ത വേദനയിലായിരുന്നെങ്കിലും അവരുടെ ആ സ്നേഹവും കരുതലും എനിക്ക് വലിയ ആശ്വാസമായി. മലയുടെ ദുർഘടമായ പാതയിലൂടെ അവർ ആ മഞ്ചൽ വളരെ സൂക്ഷ്മതയോടെ മുകളിലെത്തിച്ചു. അടുത്തുള്ള സ്കൂളിൽ തന്നെ വിശ്രമിക്കാൻ അവർ നിർബന്ധിച്ചു. ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും ആളുകൾ അവിടെ എത്തി. അങ്ങനെ അവിടെ വെച്ച് എല്ലാവരെയും കാണാനും 20 പേർക്ക് മാമോദിസ നൽകാനും 12 വിവാഹങ്ങൾ ആശീർവദിക്കാനും എനിക്ക് സാധിച്ചു. തിരികെ 12 മൈൽ താഴേക്ക് വള്ളം കിടക്കുന്നിടം വരെയും അതേ സ്നേഹത്തോടെ അവർ എന്നെ എത്തിച്ചു. കൂലിയോ സമ്മാനമോ നൽകാൻ ശ്രമിച്ചപ്പോൾ അവർ അത് നിരസിച്ചു. അങ്ങ് ഞങ്ങളെക്കുറിച്ച് ഇങ്ങനെയാണോ കരുതിയിരിക്കുന്നത്? ഞങ്ങളും ക്രിസ്ത്യാനികളല്ലേ എന്നായിരുന്നു അവരുടെ ചോദ്യം. പിന്നീട് കാലിൽ നീര് വന്ന് പഴുത്തെങ്കിലും ഭാഗ്യത്തിന് ആ സമയം കോട്ടയത്ത് ഒരു ഡോക്ടർ സന്ദർശനത്തിന് എത്തിയിരുന്നതിനാൽ കാര്യങ്ങൾ കുഴപ്പമില്ലാതെ പര്യവസാനിച്ചു. അപ്പോൾ കാട്ടുമൃഗങ്ങളുടെ മാത്രമല്ല, വളർത്തുമൃഗങ്ങളും ചില സമയത്ത് അക്രമാസക്തമാകുന്നുണ്ട്. അപ്പോൾ അത് അവർ നേരിടേണ്ടി വരുന്നു. പിന്നെ മലമ്പനി പോലെയുള്ള അസുഖങ്ങൾ വരുന്നു. ഇതൊരു പ്രധാന പ്രശ്നമായിരുന്നു അവർക്ക്. കാട്ടിനകത്ത് കാട്ടുമൃഗങ്ങളുടെ ആക്രമണം, അതോടൊപ്പം തന്നെ മലമ്പനി പോലെയുള്ള പ്രശ്നങ്ങൾ. ഇത് കാലാവസ്ഥാ വ്യതിയാനം പലരെയും ബുദ്ധിമുട്ടിച്ചു. കാരണം മലയരയന്മാരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അധ്യാപകർ വരുന്നതെന്ന് പറഞ്ഞാൽ താഴ്വാരത്തു നിന്നാണ്. അതായത് കോട്ടയം ഭാഗത്തു നിന്ന്, പള്ളം ഭാഗത്തു നിന്ന്, ആലപ്പുഴ അവിടെയൊക്കെയുള്ള മിഷൻ കേന്ദ്രങ്ങളിൽ നിന്നുള്ള ആളുകളെയൊക്കെയാണ് കൊണ്ടുവന്ന് ഇവിടെ പഠിപ്പിക്കുന്നത് അധ്യാപകരായിട്ട്. അപ്പോൾ അവർക്ക് ഇവിടുത്തെ കാലാവസ്ഥ പറ്റുന്നില്ല, അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്, അസുഖങ്ങൾ പലതും വരുന്നു. അപ്പം ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇതിനെ മറികടക്കാൻ വേണ്ടി ഹെൻറി ബേക്കർ ജൂനിയർ ചെയ്യുന്നൊരു കാര്യം ഈ മലയരയരെ തന്നെ അധ്യാപകരാക്കുക എന്നുള്ളതാണ്. കാരണം അവർക്ക് അവിടുത്തെ കാലാവസ്ഥ പരിചിതമാണ്, അതുകൊണ്ട് അവരെ തന്നെ പഠിപ്പിക്കുകയാണ്. ഇത് 1855 മദ്രാസ് ചർച്ച് മിഷണറി റെക്കോർഡ്സിൽ നിന്നും ഡോക്ടർ സാമുവൽ നെല്ലിമോള് ഈ കേരളത്തിലെ സാമൂഹ്യ പരിവർത്തനത്തിൽ ഉദ്ധരിച്ചിട്ടുള്ളത് ഞാൻ വായിക്കാം.
6-7 അരയക്കുട്ടികളെ അധ്യാപകരാകാൻ പരിശീലിപ്പിക്കുന്നതിന് ആഗ്രഹിക്കുന്നു. മേലുകാവിൽ നിന്നും ഒരു യുവാവിനെ കണ്ണിക്കൽ എന്ന സ്ഥലത്ത് ഒരു പരിശോധന എന്ന നിലയിൽ അധ്യാപകരായി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതുവരെയുള്ള പ്രവർത്തനത്തിൽ അയാൾ പ്രതീക്ഷയ്ക്ക് വക നൽകുന്നുണ്ട്. ആലപ്പുഴയിൽ നിന്നും തെർമാപുരയിൽ റീഡറായി ജോലി ചെയ്തിരുന്നയാൾ മലമ്പനി ഭയന്ന് തിരികെ പോയി. അതിനാൽ മലയിലെ ആളുകൾ തന്നെ അധ്യാപകരാകുന്നതാണ് നല്ലത്. ഡോക്ടർ സാമുവൽ നെല്ലിമുകൾ, കേരളത്തിലെ സാമൂഹിക പരിവർത്തനം, പേജ് 331. അപ്പം ഇത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. കുറച്ച് നാൾ മുമ്പ് വരെ അവര് നാടോടികളായിട്ട് കാട്ടിനകത്ത് നടന്നിരുന്ന മനുഷ്യരാണ് മലയരയന്മാർ. അവിടുത്തെ ആദിവാസി വിഭാഗമാണ്. അവർക്ക് എഴുത്തും വായന അറിയില്ല, യാതൊരു പുരോഗതിയും ഇല്ല. അവര് അന്നത്തെ കാലത്ത് നികുതി വലുതാണ്. സർക്കാരിന് അവർ കാട്ടിൽ നിന്ന് തേനും മറ്റുമൊക്കെ എടുത്തു കൊടുക്കണം, നികുതി സർക്കാരിന് കൊടുക്കണം. പിന്നെ മറ്റ് മൃഗങ്ങളെയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഇത് രാജാവിന് കൊടുക്കണം. ഇങ്ങനെയൊക്കെ മറ്റുള്ളവർ ചൂഷണം ചെയ്യാണ്. അങ്ങനെ ജീവിച്ചു പോകുന്നവരാണ്. എഴുത്തും വായന അറിയാവുന്നവരാരുമില്ല. പക്ഷെ ഹെൻറി ബേക്കർ അവിടെ ചെന്ന് സ്കൂളുകളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞിട്ട് 1-2 തലമുറ കഴിഞ്ഞിട്ടല്ല, അതേ കാലഘട്ടത്തിൽ തന്നെ ആ കൂട്ടരെ അധ്യാപകരാക്കി മാറ്റുകയാണ്. പഠിപ്പിക്കാൻ കഴിയുന്ന അധ്യാപകരാക്കി മാറ്റുന്നു. പിൽക്കാലത്ത് ഈ മലയരയരുടെ ചരിത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവരിൽ നിന്ന് IAS ഉദ്യോഗസ്ഥന്മാരുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ മേലുകാവും മുണ്ടക്കയം ഭാഗത്തൊക്കെ മലയര വിഭാഗങ്ങളിൽ നിന്ന് ധാരാളം പേര് IPSകാരുണ്ടായിട്ടുണ്ട്, ഹൈക്കോടതി ജഡ്ജിമാരുണ്ടായിട്ടുണ്ട്, ഡോക്ടർമാരുണ്ടായിട്ടുണ്ട്, എഞ്ചിനീയർമാരുണ്ടായിട്ടുണ്ട്, ഇപ്പോൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാർ. ഇങ്ങനെയുള്ള വലിയൊരു വിഭാഗം അവിടെ നിന്ന് അങ്ങനെ ഉണ്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ അടിത്തറ ഇട്ടതെന്ന് പറഞ്ഞാൽ ഹെൻറി ബേക്കറാണ്. ഹെൻറി ബേക്കർ അവിടെ ചെന്ന് അവരെ പഠിപ്പിക്കാൻ തുടങ്ങുന്നതാണ്. ഇനി ഇങ്ങനെയുള്ള പ്രതിബന്ധങ്ങൾ കൂടാതെ വേറെ പ്രതിബന്ധം ഉണ്ടായിരുന്നു. അതായത് കാട്ടുമൃഗങ്ങളുടെ പ്രതിബന്ധമുണ്ട്, കാലാവസ്ഥയുടെ ഉണ്ട്, മറ്റൊന്ന് മനുഷ്യരിൽ നിന്ന്, നാട്ടുകാരിൽ നിന്നുള്ള പ്രതിബന്ധമാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ സർക്കാരിന് അല്ലെങ്കിൽ സർക്കാരിന് വേണ്ടിയിട്ട് ഉദ്യോഗസ്ഥന്മാർ ഇവരെ ചൂഷണം ചെയ്യാണ്, സവർണ വിഭാഗക്കാർ ഇവരെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ മലയരയർ ക്രിസ്ത്യാനികളായി കഴിഞ്ഞാൽ, അവർക്ക് വിദ്യാഭ്യാസം ലഭിച്ചു കഴിഞ്ഞാൽ നൂറ്റാണ്ടുകളായിട്ട് അവരെ ചൂഷണം ചെയ്തതുപോലെ ഇനി ചൂഷണം ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഇവർ ശക്തമായിട്ട് ഈ മിഷണറിമാരെയൊക്കെ എതിർക്കുന്നുണ്ട്, മിഷണറിമാരെ അവരുടെ പ്രവർത്തനങ്ങൾ. ഇത് ഹിൽ ആര്യൻസ് ഓഫ് ട്രാവൻകൂർ, പേജ് 41 ഹെൻറി ബേക്കർ ജൂനിയർ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് അതിനെപ്പറ്റി. മുണ്ടക്കയത്തിനും മേലുകാവിനും ഇടയിലുള്ള പൂഞ്ഞാർ രാജാവിൻ്റെ അധീനതയിലുള്ള ഒരു പുതിയ ഗ്രാമത്തിൽ നിന്ന് ചിലർ ക്രിസ്തുമതത്തെക്കുറിച്ച് പഠിക്കാൻ മുന്നോട്ട് വന്നു. എന്നാൽ ഇതിൻ്റെ ഫലമായി രാജാവിൻ്റെ സേവകന്മാർ അവരെ ക്രൂരമായി പീഡിപ്പിച്ചു. അവരിലെ ക്രിസ്തീയത കഴുകിക്കളയാൻ, ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ ആളുകൾ പുതുതായിട്ട് ക്രിസ്ത്യാനികളായി തീർന്നു കഴിഞ്ഞപ്പോൾ അവരോട് കാണിക്കുന്ന ക്രൂരതയാണ്. അവരിലെ ക്രിസ്തീയത കഴുകിക്കളയാൻ വേണ്ടി കഴുത്തറ്റം വെള്ളത്തിൽ നിർത്തി ദിവസങ്ങളോളം കൈകാലുകൾ കെട്ടിപ്പൂട്ടിയിട്ടു, കണ്ണുകളിൽ മുളകരച്ച് തേച്ചു, വലിയ കടിയുറുമ്പുകളെയും ചുവന്ന നീറുകളെയും, അതായത് പുളിയുറുമ്പ്, ചുവന്ന നീറുകളെയും നിറച്ച സഞ്ചികൾ കൊണ്ട് അവരുടെ തല മൂടിക്കെട്ടി. എന്നിട്ടും മോചിതരായപ്പോൾ അവർ തങ്ങളുടെ അധ്യാപകരുടെ അടുത്തേക്ക് പഠിക്കാനായി വീണ്ടും എത്തി. ഒരു നായർ യുവാവും ഒരു സുറിയാനി ക്രിസ്ത്യാനിയുമായിരുന്നു അവരുടെ അധ്യാപകർ. ഇരുവരും ക്രിസ്ത്യാനികളായവരായിരുന്നു. ഇവർക്ക് നേരെ പലതവണ ഭീഷണികൾ ഉണ്ടായെങ്കിലും ശാരീരികമായി ഉപദ്രവിക്കപ്പെട്ടില്ല. പള്ളം ഡിസ്ട്രിക്റ്റിലെ മലയോര മേഖലയിൽ മാത്രം മാമോദിസ സ്വീകരിച്ച ഞങ്ങളുടെ 32 പേരാണ് ഈ വർഷം മരണമടഞ്ഞത്. ഹെൻറി ബേക്കർ, ദ ഹിൽ ഏരിയൻസ് ഓഫ് ട്രാവൻകൂർ, പേജ് 41. ഇദ്ദേഹം പറയുന്ന ആ 32 പേര് ഞങ്ങളുടെ ഈ പള്ളം മിഷണറി ഡിസ്ട്രിക്റ്റിൽ മാത്രം മാമോദിസ സ്വീകരിച്ച 32 പേര് മരിച്ചു എന്ന് പറയുന്നത് പ്രായമായിട്ട് മരിച്ചത് അതുമാത്രമല്ല, അങ്ങനെ മരിച്ചവരുണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഈ പീഡനം കൊണ്ട് മരിച്ചതാണ്. ഈ രാജാവിൻ്റെ പൂഞ്ഞാർ രാജാവിൻ്റെ സേവകന്മാർ വന്നിട്ട് ഇവരോട് കാണിച്ച ഈ ക്രൂരതകൾ, അവരുടെ കണ്ണിൽ മുളകരച്ച് തേക്കുന്നു, കഴുത്തറ്റം വെള്ളത്തിൽ നിർത്തുന്നു, കൈകാലുകൾ കെട്ടിയിട്ട് പീഡിപ്പിക്കുന്നു, പിന്നെ പുളിയുറുമ്പിനെയും മറ്റുമൊക്കെ നിറച്ച സഞ്ചി അവരുടെ തലയിൽ കമത്തിയിട്ട് സഞ്ചിയിലേക്കകത്ത് ഈ ഉറുമ്പും കൂടി പൊട്ടിച്ചിട്ടിട്ട് അതങ്ങനെ തന്നെ അവർ തലയിൽ കഴുത്തി ഇവിടെ കഴുത്തിൻ്റെ ഭാഗത്ത് കെട്ടും. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഈ ക്രൂരതയൊക്കെ കാണിച്ചിട്ടാണ് കുറേ പേര് മരണപ്പെട്ടത്. അതുകൊണ്ടാണ് അദ്ദേഹം അത് എടുത്തു പറയുന്നത്, പള്ളം ഡിസ്ട്രിക്റ്റിൽ മാത്രം ഇത്രയും പേര് മരിച്ചു എന്ന്. നമ്മൾ ഈ പറയുമ്പോൾ എപ്പോഴും പറയുന്നൊരു പോപ്പുലർ ലൈ ഉണ്ട്, ഒരു ജനപ്രിയമായ നുണയാണ്, ഹിന്ദുക്കൾ വളരെയധികം സഹിഷ്ണുതയുള്ളവരാണ് എന്നുള്ളത്. അത് തെറ്റായൊരു സംഗതിയാണ്, വളരെ തെറ്റാണ്. അങ്ങനെ ഒരു സംഗതി ഇല്ല. അവരുടെ പ്രമാണം അങ്ങനെയല്ല, അത് ഇസ്ലാമിൻ്റെ മറുപുറമാണ് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ. ഇത് പറയാൻ നമ്മുടെ ആളുകൾക്കൊരു ഭയം പോലെയാണ്. ഇസ്ലാമിനെ കുറിച്ച് പറയും, ഹിന്ദുയിസത്തെ കുറിച്ച് പറയില്ല. പക്ഷേ രണ്ടും ഒരുപോലെ തന്നെയാണ്. ഈ തിരുവിതാംകൂർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയധികം ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചിട്ടുള്ള ഒരു പ്രദേശമാണ്. തിരുവിതാംകൂറിലെ ആദ്യത്തെ ഒരു പള്ളി, പ്രൊട്ടസ്റ്റന്റ് പള്ളി പണിയാൻ വേണ്ടിയിട്ട്
ഏതാണ്ട് 3000-ഓളം പേരുടെ ജീവൻ അതിനുവേണ്ടി കൊടുക്കേണ്ടി വന്നു. ആദ്യത്തെ ഒരു പള്ളി പണിയാൻ അവിടെ മയിലാടി എന്ന് പറയുന്ന സ്ഥലത്ത്, ഇപ്പം കന്യാകുമാരിലാണ്, മയിലാടിയിൽ റിങ്കിൾ ടോബിൻ്റെ പള്ളി, റിങ്കിൾ ടോബ് അവിടെ ഒരു പള്ളി പണിയാൻ വേണ്ടിയിട്ട്. അതിൻ്റെ പേരിൽ ഒരു യുദ്ധം തന്നെ ഉണ്ടായി എന്നുള്ളതാണ്. അതായത് പ്രസിഡന്റ് പറഞ്ഞു പള്ളി പണിയാനുള്ള അനുവാദം ഞാൻ തന്നിരിക്കുന്നു, നീ പണിതെന്ന് പറഞ്ഞു. വേലുത്തമ്പിയും കൂട്ടരും സമ്മതിച്ചില്ല. അതിൻ്റെ പേരിലാണ് യുദ്ധമൊക്കെ വരുന്നത്. 9 പുരോഹിതന്മാരെ കൊല്ലുന്നുണ്ട്, അവരെ വെള്ളത്തിൽ കെട്ടിത്താത്തി കൊല്ലുന്നു. ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നീട് നിവൃത്തിയില്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ അവർ സഹിഷ്ണുതയുടെ ഭാഗത്തേക്ക് വന്നതാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഏതായാലും ഇങ്ങനെയൊക്കെയുള്ള ഈ പ്രയാസങ്ങൾ, അവർ കാലാവസ്ഥയുടെ പ്രയാസം, കാട്ടുമൃഗങ്ങളിൽ നിന്നുള്ള എതിർപ്പുകൾ, പിന്നെ ഈ രാജാക്കന്മാരിൽ നിന്നുള്ള അല്ലെങ്കിൽ രാജാവിൻ്റെ സേവകന്മാരിൽ നിന്നുള്ള എതിർപ്പുകൾ, ഇതെല്ലാം സഹിച്ചിട്ടാണ് അവിടെ പ്രവർത്തനം ആരംഭിച്ചത്, അല്ലെങ്കിൽ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയത്. അപ്പം അങ്ങനെയുള്ള ആ ഹെൻറി ബേക്കറിനെ കുറിച്ചാണ് രാജഗോപാൽ വാകത്താനം പറയുന്നത്. കേരളത്തിലെ പറയ പുലയ സമുദായങ്ങളിൽപ്പെട്ട ആൾക്കാർ തെക്കൻ കേരളത്തിൽ നിന്ന് പേടിച്ചോടി മുണ്ടക്കയത്ത് വന്നപ്പോൾ അവരുടെ കൈയും കാലും ഒക്കെ ബന്ധിച്ച് അവരെ അടിമകളാക്കി തോട്ടത്തിൽ കൊണ്ടുപോയി പണിയെടുപ്പിച്ച ആളാണ് ഹെൻറി ബേക്കർ എന്ന്. ഇത് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? എന്തെങ്കിലും ഒരു തെളിവ് വയ്ക്കാനുണ്ടോ? ഒരു തെളിവും ഇല്ല. ഹെൻറി ബേക്കറുടെ പിതാവ് ഹെൻറി ബേക്കർ സീനിയർ വളരെ കോടീശ്വരനായ മനുഷ്യനായിരുന്നു, ബിസിനസ്സുകാരനാണ്, ഇംഗ്ലണ്ടിലെ ബിസിനസ്സുകാരനാണ്, കോടീശ്വരനായ മനുഷ്യനാണ്. അദ്ദേഹവും പിന്നെ ജോസഫ് ഫെൻ എന്ന് പറയുന്ന ഒരു വിഷയം, ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നത്. അത് CMS കോളേജിനോടുള്ള ബന്ധത്തിലാണ്. ഈ ജോസഫ് ഫെന്ന് ഒരു വർഷം 5000 പൗണ്ട് വരുമാനം കിട്ടിയിരുന്ന ബാരിസ്റ്ററായിരുന്നു, വക്കീലായിരുന്നു. ഒരു വർഷം 5000 പൗണ്ട്. അതിൻ്റെ വില മനസ്സിലാക്കാൻ ഞാൻ പറയാം. 1930 മുമ്പുള്ള കാലത്ത് 1 പൗണ്ട് കൊടുത്താൽ 1 പവൻ സ്വർണം കിട്ടും. 1 പൗണ്ടിന് 1 പവൻ. അതുകൊണ്ട് ഈ പൗണ്ട് സ്റ്റെർലിംഗ്, ബ്രിട്ടീഷ് നാണയമുള്ള പൗണ്ട് സ്റ്റെർലിങ്ങിന് പവൻ എന്നും പറയും. പവൻ എന്ന് പറയുന്നത് രണ്ടും ആ സമയത്ത് ഈക്വൽ ആയതുകൊണ്ടാണ്. 1 പൗണ്ട് കൊടുത്താൽ 1 പവൻ. 5000 പൗണ്ട് എന്ന് പറഞ്ഞാൽ 5000 പവൻ ഒരു വർഷം. അത്രയും കിട്ടിക്കൊണ്ടിരുന്ന മനുഷ്യന് അത് വേണ്ടെന്ന് വെച്ചിട്ട്, ബാരിസ്റ്റർ ജോലി വേണ്ടെന്ന് വെച്ച് മിഷണറി ആയിട്ട് ഇങ്ങോട്ട് പോകുന്നത്. ഇതേപോലെ തന്നെ ഹെൻറി ബേക്കർ സീനിയറും, അദ്ദേഹം ബിസിനസ്സുകാരനാണ്. അദ്ദേഹം വളരെയധികം ധനം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് അതൊക്കെ വിട്ട് കളഞ്ഞിട്ട് മിഷണറി ആയിട്ട് വരണം എന്നുള്ളൊരു ആഗ്രഹം വന്നു. ഒരു പുസ്തകം വായിച്ചിട്ടാണ് ആ ഒരു പ്രേരണ വരുന്നത്. എന്നിട്ട് ഇദ്ദേഹം വളരെ ദുർബല മനുഷ്യനാണ്, ഈ ഹെൻറി ബേക്കർ സീനിയർ. അദ്ദേഹം CMS അവിടെ ചർച്ച് മിഷൻ സൊസൈറ്റിക്കാരെടുത്തിയെന്ന് പറയും, എനിക്കിങ്ങനെ മിഷണറി ആയിട്ട് പോകണമെന്ന് പറഞ്ഞിട്ട് അവരെടുക്കുന്നില്ല. കാരണം നിങ്ങൾക്ക് അതിനുള്ള ആരോഗ്യം ഇല്ല എന്നും പറഞ്ഞിട്ട്, നിങ്ങളുടെ ശരീരം താങ്ങുകയില്ല, അവിടുത്തെ ഇംഗ്ലണ്ടിലെ പോലത്തെ കാലാവസ്ഥ അല്ല, ഇന്ത്യയിൽ നിങ്ങൾ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് എടുക്കുന്നില്ല. ഇദ്ദേഹം പല പ്രാവശ്യം ശ്രമിക്കുന്നുണ്ട്, പറ്റുന്നില്ല. അവസാനം അദ്ദേഹം പറയും, എനിക്ക് പിതൃസ്വത്തായി കിട്ടിയ പണം, ആ സമ്പത്ത് അത് മുഴുവൻ ഞാൻ CMSന് എഴുതി തരാം, എന്നെ മിഷണറി ആയിട്ട് അയക്കണമെന്ന് പറയുന്നു. അതന്ന് 14,000 പൗണ്ടായിരുന്നു അദ്ദേഹത്തിന് പിതൃസ്വത്തായിട്ട് കിട്ടിയത്. ആ 14,000 പൗണ്ട് അദ്ദേഹം ഇവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അത്രയും ഇത് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ വാങ്ങിയില്ല. അത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ തന്നെ വെച്ചോന്ന് പറഞ്ഞ് എന്നിട്ട് അവർ മിഷണറി ആയിട്ട് അയക്കുകയാണ് ചെയ്തത്. അപ്പം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, അവിടെ സ്വന്തം പിതൃസ്വത്തായിട്ട് കിട്ടിയ ആ പണം സാഹിബന്മാർക്ക് കൊടുത്തിട്ട്, അല്ലെങ്കിൽ അവിടെ മിഷണറി ഇതിന് കൊടുത്തിട്ട് ഇങ്ങോട്ടേക്ക് കേരളത്തിലേക്ക് മിഷണറി ആയിട്ട് വന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, രാജഗോപാൽ വാഗ്ദാനം പറയും ഇവിടെയുള്ള പറയന്മാരെയും പുലയന്മാരെയും കെട്ടിയിട്ട് അടിമകളാക്കാൻ വേണ്ടിയാണ് ആ മനുഷ്യൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നതെന്ന്. പറയുന്നതിനൊരു യുക്തി വേണ്ടേ? ഒരടിസ്ഥാനവുമില്ലാതെ ഈ നിരീശ്വരവാദികൾക്ക് ക്രിസ്ത്യാനിറ്റിയോടുള്ള പകയാണ് അതും. കാരണം അവർക്കെതിരെ ആശയപരമായിട്ട് പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഏക കൂട്ടർ ക്രിസ്ത്യാനികളാണെന്ന് അവർക്കറിയാം. ക്രിസ്ത്യാനിറ്റിക്ക് മാത്രമേ എത്തീസത്തിനെതിരെ പിടിച്ചു നിൽക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് അവർ ആളുകളെ വഞ്ചിക്കുന്നത്. അപ്പം ഈ ചരിത്രം ഇതൊന്നും ഇവർക്ക് അറിഞ്ഞുകൂടാ. രാജഗോപാൽ വാദത്തിനായാലും അല്ലെങ്കിൽ മറ്റ് നിരീശ്വരവാദികൾക്കായാലും ഇത് അറിഞ്ഞുകൂടാ. അറിയാത്തത് കൊണ്ടാണ് ക്രിസ്ത്യാനിറ്റിക്കെതിരെ ഇതുപോലെയുള്ള ആരോപണങ്ങൾ പറയുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ അതും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ ഉടമകളുടെ ക്രൂരതകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒളിച്ചോടി കിഴക്കൻ പ്രദേശത്തേക്ക് വന്നിരുന്ന അടിമകളുടെ സംരക്ഷകനായിരുന്നു ഹെൻറി ബേക്കർ ജൂനിയർ. അതിനെക്കുറിച്ച് അദ്ദേഹം എഴുതിയ പുസ്തകത്തിനകത്ത് ഈ മലയാളിയ മിഷനെ കുറിച്ച് വിദേശങ്ങളിലുള്ള ആളുകൾ അറിയാൻ വേണ്ടി, ഇങ്ങനെ ഒരു പ്രവർത്തനം ഇവിടെ നടക്കുന്നുണ്ട്, ഇങ്ങനെ ഒരു ജനത ഇവിടെ ഉണ്ട്, മരത്തിൻ്റെ മുകളിൽ വസിക്കുന്ന ഒരു ജനത ഇവിടെ ഉണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹം എഴുതിയതാണ് ഹിൽ അറയൻസ് ഓഫ് ട്രാവൻകൂർ എന്ന് പറയുന്നത്. അപ്പോൾ ആ പുസ്തകത്തിൻ്റെ അകത്തുനിന്ന് ഞാനൊരു ഇഷ്ടംപോലെ കാര്യങ്ങൾ അദ്ദേഹത്തിനോട് ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. ഞാൻ 3 എണ്ണം മാത്രം സമയത്തിൻ്റെ പരിമിതി കൊണ്ട് നിങ്ങളുടെ മുമ്പാകെ വെക്കുന്നുള്ളൂ. അതിൻ്റെ പേജ് 21, 22 അദ്ദേഹത്തിൻ്റെ ഡയറി കുറിപ്പാണ്.
ആ ഡയറി കുറിപ്പിൽ നിന്നുള്ളത് ഞാൻ വായിക്കാം. തിങ്കളാഴ്ച 14-ാം തീയതി യജമാനന്മാരിൽ നിന്ന് ഒളിച്ചോടിയ ചില പാവപ്പെട്ട അടിമകൾ എന്നെ സന്ദർശിച്ചു. സമ്മാനമായി കാട്ടുപയറും പുതിയതായി മെടഞ്ഞ കുട്ടകളുമായാണ് അവർ വന്നത്. കിഴക്കൻ പുലയർ എന്നാണ് ഇവർ അറിയപ്പെടുന്നത്. നാട്ടിലെ ഏറ്റവും താഴ്ന്ന ജാതിക്കാരായ പറയരെ പോലും തൊട്ടുകൂടാത്തത്ര അയിത്തം കൽപ്പിച്ചിരുന്നവരാണിവർ. പുരുഷന്മാർ മുടി നീട്ടി വളർത്തിയവരാണ്. കാട്ടിലായിരിക്കുമ്പോൾ സ്ത്രീകൾക്ക് വസ്ത്രങ്ങളൊന്നുമില്ല. ഇലകളും ചില്ലകളും മാത്രമാണ് അവർ മറയായി ഉപയോഗിക്കാറുള്ളത്. എന്നാൽ എന്നെ കാണാൻ വന്നപ്പോൾ അവർ പേരിന് മാത്രമുള്ള വസ്ത്രം ധരിച്ചിരുന്നു. അടിമപ്പണിയിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടിപ്പോന്ന ഇത്തരം പാവങ്ങളുടെ പല സംഘങ്ങൾ ഈ കാടുകളിലുണ്ട്. പാറയിടുക്കുകളിലോ ചെറിയ നെൽകൃഷി ഇടങ്ങളോട് ചേർന്ന കുടിലുകളിലോ ആണ് ഇവരുടെ താമസം. തേനും മറ്റ് കാട്ടുവിഭവങ്ങളും ശേഖരിച്ചാണ് ഇവർ ജീവിക്കുന്നത്. കൃഷിയിടങ്ങളിൽ നിന്ന് വന്യമൃഗങ്ങളെ ഓടിക്കാനും കർഷകർ ഇവർ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഇതിന് ലഭിക്കുന്ന കൂലിയാകട്ടെ വളരെ തുച്ഛവും. അപ്പോൾ ഈ ആലപ്പുഴയിൽ നിന്ന്, അതുപോലെ കോട്ടയം അങ്ങനെയുള്ള ഇടങ്ങളിൽ നിന്ന്, സമതലങ്ങളിൽ നിന്ന് ഓടിപ്പോരുന്ന അടിമകളാണ് അവർ. ഈ യജമാനന്മാരുടെ പീഡനം വളരെ ക്രൂരമാകുമ്പോൾ, സഹിക്കാൻ പറ്റാത്ത സ്ഥിതിയൊക്കെ വരുമ്പോൾ അവർ ഓടിപ്പോരുകയാണ്. ഓടിപ്പോന്നിട്ട് ഇവിടെ ഈ മുണ്ടക്കയത്ത് ഹെൻറി ബേക്കറുടെ ആ ഭാഗത്തേക്ക് വരികയാണ്. ഇനി അതേ പുസ്തകം തന്നെ, ഹില്ലരിയൻസ് ഓഫ് ട്രാവൻകൂർ എന്ന് പറഞ്ഞ അതേ പുസ്തകം പേജ് 35 നിന്ന് വായിക്കാം. ഈ വർഷം ഏകദേശം 50 മുതൽ 80 വരെയുള്ള സായുധരായ ഒരു സംഘം ആളുകൾ രാത്രിയിൽ മുണ്ടക്കയത്ത് ആക്രമണം നടത്തി. മുണ്ടക്കയത്ത് ആക്രമണം എന്ന് പറഞ്ഞാൽ ഇവരുടെ മിഷൻ കേന്ദ്രത്തിലേക്ക്, അല്ലെങ്കിൽ ഇവരുടെ ആ ടെറിട്ടറിയിലേക്ക് വരികയാണ്. അവിടെ വന്ന് ആക്രമിക്കുകയാണ്. തങ്ങളുടെ അടിമകൾ ഇവിടെ ഒളിച്ചിരിക്കുന്നു എന്ന് കരുതി വന്ന സിറിയൻ ക്രിസ്ത്യാനികളായിരുന്നു അവർ. ഞാൻ കാട്ടിൽ കണ്ടെത്തിയ 2 പാവപ്പെട്ട പുരുഷന്മാരെയും ഒരു സ്ത്രീയെയും അബദ്ധവശാൽ അവർ പിടികൂടി. ആക്രമണത്തിനിടെ കല്ലേറ് കാരണം എൻ്റെ ആളുകളിൽ പലർക്കും പരിക്കേറ്റിരുന്നു. പ്രധാന സംഘത്തിൽ നിന്ന് വഴിതെറ്റിപ്പോയ തോക്കുകളും കത്തികളും ഏന്തിയ അവരുടെ 2 പേരെ എൻ്റെ ആളുകൾ തടവിലാക്കി. ഇതോടെ ആരാണ് അക്രമികൾ എന്ന് വ്യക്തമായി. പേടിച്ചുപോയ അവർ എൻ്റെ അടുക്കലേക്ക് സമാധാന ദൂതന്മാരെ അയച്ചു. ഈ പേടിച്ചുപോയി എന്ന് പറയുന്നത് അദ്ദേഹം വെള്ളക്കാരനായതുകൊണ്ടാണ്, ഇംഗ്ലീഷുകാരനായതുകൊണ്ടാണ്. കാരണം അന്ന് ബ്രിട്ടീഷുകാരുടെ ഭരണമൊക്കെ ആയതുകൊണ്ട് ഇവർ പോയി പരാതിപ്പെട്ട് കഴിഞ്ഞാൽ ഈ ആക്രമിക്കാൻ വന്ന അവരുടെ യജമാനന് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് പേടിച്ചു പോയ അവർ എൻ്റെ അടുക്കലേക്ക് സമാധാന ദൂതന്മാരെ അയച്ചു. അവർ ഞങ്ങളുടെ ആളുകളോട് വിനയത്തോടെ ക്ഷമ ചോദിക്കുകയും പിടിച്ചുകൊണ്ടുപോയ ആളുകളെ തിരികെ കൊണ്ടുവരികയും ചെയ്തു. അതിനെ തുടർന്ന് ഞങ്ങളുടെ തടവുകാരെയും അവരുടെ തോക്കുകളും വിട്ടുകൊടുത്തു. ഇത് ക്രിസ്തീയ മനോഭാവം കാണിക്കുന്നതിന് വേണ്ടിയാണെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. വേണമെങ്കിൽ ഇതൊരു വലിയ പോലീസ് കേസാക്കി മാറ്റാൻ കഴിയുമായിരുന്നു. എങ്കിലും കഴിയുന്നിടത്തോളം എല്ലാ മനുഷ്യരുമായി സമാധാനത്തിൽ ജീവിക്കുക എന്നതാണ് എൻ്റെ മുദ്രാവാക്യം. ഹില്ലരിയൻസ് ഓഫ് ട്രാവൻകൂർ പേജ് 35. അപ്പം ഇദ്ദേഹം അവിടെ ഈ ഓടിപ്പോകുന്ന അടിമകളെ ഇദ്ദേഹം സംരക്ഷിക്കുന്നത് കൊണ്ടാണ് ഇദ്ദേഹത്തെ ആക്രമിക്കാൻ മറ്റേ യജമാനന്മാരുടെ ആളുകൾ വരുന്നത്. മനസ്സിലായോ? ഇദ്ദേഹം ഒരിക്കലും ആരെയും പിടിച്ചു കെട്ടി അടിമയാക്കിയിട്ടില്ല ഹെൻറി ബേക്കർ. അങ്ങനെ അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന ആൾക്കാർക്ക് സംരക്ഷണം കൊടുത്തിട്ടേ ഉള്ളൂ. ഇനി അതേ പുസ്തകം തന്നെ പേജ് 31 നിന്നൊരു ഭാഗം കൂടി വായിക്കാം. സമീപത്തെ പാടശേഖരത്തോട് ചേർന്നുള്ള ചില അടിമക്കുടിലുകൾ ഞാൻ സന്ദർശിച്ചു. അവിടെ കണ്ട ഒരു പാവം മനുഷ്യൻ്റെ അനുഭവം ഹൃദയഭേദകമായിരുന്നു. ഉപദ്രവിക്കില്ലെന്ന ഉറപ്പിൽ 3 ആഴ്ച മുമ്പ് യജമാനൻ പിടിച്ചുകൊണ്ടുപോയതായിരുന്നു അയാളെ. അതായത് ആദ്യം ഇയാൾ ഓടിപ്പോന്നു, ഹെൻറി ബേക്കർ അഭയം കൊടുത്തു. പിന്നെ യജമാനൻ അന്വേഷിച്ച് വന്നിട്ട് പറഞ്ഞു ഒന്നും ചെയ്യില്ല, ഉപദ്രവിക്കില്ല എന്നൊക്കെ പറഞ്ഞ് തിരിച്ചു കൊണ്ടുപോയി. പക്ഷെ അവിടെ ചെന്നപ്പോൾ പിന്നെ പീഡനമായിരുന്നു. ഉപദ്രവിക്കില്ലെന്ന ഉറപ്പിൽ 3 ആഴ്ച മുമ്പ് യജമാനൻ പിടിച്ചുകൊണ്ടുപോയതായിരുന്നു അയാളെ. എന്നാൽ ക്രൂരമായ മർദ്ദനമാണ് അയാൾക്ക് നേരിടേണ്ടി വന്നത്. രാപ്പകലില്ലാതെ ദിവസങ്ങളോളം കാലിൽ ചങ്ങലയിട്ട് ഒരു മരത്തിൽ ബന്ധിച്ചിരിക്കുകയായിരുന്നു. ഒടുവിൽ ആരോ രക്ഷപ്പെടുത്തിയപ്പോൾ ശരീരം മുഴുവൻ വ്രണങ്ങളുമായി അയാൾ വീണ്ടും കാട്ടിലേക്ക് ഓടിപ്പോന്നു. ഈ ആളുകളുടെ കരുണ പോലും എത്ര ക്രൂരമാണ്. ഹില്ലറിയൻസ് ഓഫ് ട്രാവൻകൂർ പേജ് 31. അപ്പം ഇതുപോലെയുള്ള ധാരാളം വിവരണങ്ങൾ ഹെൻറി ബേക്കർ ഹില്ലറിയൻസ് ഓഫ് ട്രാവൻകൂറിൽ എഴുതിയിരിക്കുന്നത് നമുക്ക് വായിക്കാനായിട്ട് പറ്റും. ആ വിവരണങ്ങളിലെല്ലാം നമ്മൾ കാണുന്നത് യജമാനന്മാരുടെ ക്രൂരത സഹിക്കാനാവാതെ ഈ താഴ്വര പ്രദേശങ്ങളിൽ നിന്ന് ഒളിച്ചോടിപ്പോരുന്ന അടിമകൾ, അത് യജമാനൻ്റെ ഭൃത്യന്മാരുടെയൊക്കെ കയ്യിൽ പെട്ട് കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ കൊല്ലപ്പെടും, ക്രൂരമായിട്ട് പീഡിപ്പിക്കപ്പെടും, ചിലപ്പോൾ കൊല്ലപ്പെടും. എന്നാൽ അങ്ങനെയൊന്നും അവരുടെ കണ്ണിൽ പെടാതെയൊക്കെ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവർ നേരെ വരുന്നത് മുണ്ടക്കയത്തേക്കാണ്. എന്തുകൊണ്ട് മുണ്ടക്കയത്തേക്ക് വരുന്നു? അതാണ് ചോദ്യം. ആലപ്പുഴയിൽ നിന്നുള്ളവരായാലും കോട്ടയത്തു നിന്നുള്ള അടിമകൾ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ അവർ നേരെ വരുന്നത് മുണ്ടക്കയത്തേക്ക്. അത് തന്നെയാണ് രാജഗോപാൽ വാകത്താനവും പറഞ്ഞത്. മുണ്ടക്കയത്ത്, കോട്ടയത്ത് എന്നൊക്കെ പുള്ളി അടിക്കുന്നുണ്ടല്ലോ. എന്തുകൊണ്ട് മുണ്ടക്കയത്തേക്ക് വന്നു? മുണ്ടക്കയന്ന് കാടാണ്. കാടായി കിടക്കുന്ന ആ സ്ഥലത്തേക്ക് എന്തിനു വന്നു? ഒരേ ഒരു കാരണമേ ഉള്ളൂ, അവിടെ ഹെൻറി ബേക്കർ ജൂനിയർ ഉണ്ട്. അദ്ദേഹം സംരക്ഷിക്കുമെന്ന് ഇവർക്കറിയാമായിരുന്നു. അതുകൊണ്ടാണ് വന്നത്, അല്ലാതെ വേറൊന്നുമല്ല.
ആ ഹെൻറി ബേക്കർ ജൂനിയറിനെ കുറിച്ചാണ് ഇദ്ദേഹം പറയുന്നത്, ഇങ്ങനെ ഓടി വരുന്ന അടിമകളുടെ കയ്യും കാലും കെട്ടിയിട്ട് അവരെ അടിമപ്പണി എടുപ്പിക്കുക, തോട്ടത്തിൽ അടിമപ്പണി എടുപ്പിക്കുകയായിരുന്നു. ഈ അടിമകൾ മലയരയരും അതുപോലെ പറയരും പുലയരുമായ ആളുകൾ തങ്ങളുടെ രക്ഷകനായി കണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഹെൻറി ബേക്കർ ജൂനിയർ. അങ്ങനെയുള്ള ഒരു വ്യക്തിയായിരുന്നു അവരെ സംബന്ധിച്ച്. അതുകൊണ്ടാണ് വിനിൽ പോൾ പുസ്തകം എഴുതി കഴിഞ്ഞപ്പോൾ കിഴക്കൻ പ്രദേശത്ത് മറ്റൊരു ജീവിതം സാധ്യമാക്കിയ ഹെൻറി ബേക്കർ ജൂനിയറിനെന്നും പറഞ്ഞ ആ പുസ്തകം സമർപ്പിച്ചത്. മനസ്സിലായോ? അവിടുത്തെ ജനങ്ങൾ അത്രമാത്രം ദൈവതുല്യനെ പോലെ ദൈവതുല്യനായിട്ട് കണ്ട് ബഹുമാനിച്ചിരുന്ന ആദരിച്ചിരുന്ന മനുഷ്യനായിരുന്നു. ആ മനുഷ്യനെ കുറിച്ചാണ് 1.25 നൂറ്റാണ്ട് കഴിഞ്ഞ് ഇപ്പുറത്ത് ഇവിടെ ഇരുന്നിട്ട് രാജഗോപാൽ വാഗ്ദാനം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് അഭയത്തിനായിട്ട് വന്ന ആൾക്കാരെ കുറിച്ച് അവരെയൊക്കെ അടിമകളായി പിടിച്ച് കയ്യും കാലും കെട്ടിയിട്ട് തോട്ടങ്ങളിൽ പണിയെടുപ്പിക്കുകയായിരുന്നു എന്ന്.